നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊരകം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ബില്ലിനെതിരാണ് പ്രതിഷേധം. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അവണിശ്ശേരി ഫെസ്റ്റ് സംഘടിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക വിളംബര ഘോഷയാത്രയോടെയാണ് ഫെസ്റ്റ് ആരംഭിക്കുക. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് മുന്നോടിയായുള്ള ഏകദിന സെമിനാർ ഞായറാഴ്ച നടക്കും. ചേർപ്പ് സോപാനത്തിലാണ് സെമിനാർ നടക്കുക. വാർത്തകൾ വിശദമായി. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊരകം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ബില്ലിനെതിരാണ് പ്രതിഷേധം. യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് OS സുബീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഏരിയ ട്രഷറർ M മധു അധ്യക്ഷനായി. യൂണിയൻ ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഹസീന അക്ബർ, ട്രഷറർ KB പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള നിരവധി തൊഴിലാളികൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ബ്ലോക്കുകളിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെട്ടിട്ടില്ല. അതിനാൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 4 പഞ്ചായത്തുകളിലും അടുത്ത സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതി നടക്കാനിടയില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. കേന്ദ്രം പറയുന്ന പഞ്ചായത്തുകളിൽ മാത്രമേ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാവുകയുള്ളൂ. തൊഴിലാളികൾ വേണമെങ്കിൽ മറ്റു പഞ്ചായത്തുകളിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറാകണം. മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി VBG റാംജി എന്ന പേരിലേക്ക് പദ്ധതിയെ മാറ്റുന്നതിനോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് 100 ദിനം എന്നത് 125 ദിനമാക്കി വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് പുതിയ ബിൽ കേന്ദ്രം പാർലമെന്റിൽ പാസാക്കിയത്. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അവണിശ്ശേരി ഫെസ്റ്റ് സംഘടിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക വിളംബര ഘോഷയാത്രയോടെയാണ് ഫെസ്റ്റ് ആരംഭിക്കുക. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഫെസ്റ്റിന്റെ കൊടിയേറ്റം നടക്കും. വികസന സമിതി പ്രസിഡന്റ് വേണുഗോപാൽ കൊടിയേറ്റം നിർവഹിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് നടൻ TG രവി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗിറ്റാർ ഫ്യൂഷൻ പരിപാടിയിലൂടെ ശ്രീജിത്ത് മാസ്റ്റർ നിർവഹിക്കും. മുല്ലനേഴി സ്മാരക നാടകോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാത്രി 8-ന് നാടകങ്ങൾ, ഗാനമേളകൾ, നാടൻപാട്ട്, ഗസൽ സന്ധ്യ, ഫ്യൂഷൻ, നൃത്യങ്ങൾ, തിരുവാതിര, നാസിക് ഡോൾ എന്നിവ അരങ്ങേറും. അവണിശ്ശേരി ജനകീയ നാടക സമിതിയുടെ നേതൃത്വത്തിൽ നാടകാചാര്യൻ KT മുഹമ്മദ് രചന നിർവഹിച്ച ദീപസ്തംഭം മഹാശ്ചര്യം, നാടകകൃത്ത് SL പുരം സദാനന്ദൻ എഴുതിയ കാട്ടുകുതിര എന്ന നാടകങ്ങളും അരങ്ങേറും. പെരുവനം കുട്ടന്മാരാർ, വിദ്യാധരൻ മാസ്റ്റർ, TG രവി, പ്രിയനന്ദനൻ, ശ്രീജിത്ത് രവി, ശശിധരൻ നടുവിൽ, ഹരി P നായർ, നെടുപുഴ SHO ബെന്നി ലാലു, തിരക്കഥാകൃത്ത് KR രാധാകൃഷ്ണൻ, നടന്മാരായ സുർജിത്ത്, പ്രതാപൻ, ജോസ് P റാഫേൽ, ശ്യാം കാസർഗോഡ്, ഗിറ്റാർ വിദഗ്ധൻ ശ്രീജിത്ത് മാസ്റ്റർ തുടങ്ങിയവരെ ഫെസ്റ്റിൽ ആദരിക്കും. ഡിസംബർ 31-ന് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി പൂച്ചിനിപ്പാടം കൊക്കൻ ക്രോക്കേഴ്സ് ഒരുക്കുന്ന ചൈനീസ് വർണ്ണ കരിമരുന്ന് പ്രകടനവും ഉണ്ടായിരിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത അവണിശ്ശേരി വികസന ജനകീയ സമിതി പ്രസിഡന്റ് വേണുഗോപാൽ, ജനറൽ കൺവീനർ തിലകൻ പുളിങ്കുഴി, കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി, മീഡിയ കൺവീനർ ശ്രീജിത്ത് പുളിങ്കുഴി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദിവസം എന്നുള്ളത് ഏകദേശം 12 ദിവസം എന്നുള്ള രീതിയിലായിട്ടുണ്ട്. കാരണം ഈ വരുന്ന ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തന്നെ നമ്മുടെ ഒരു സാംസ്കാരിക ഘോഷയാത്ര നടത്തുന്നുണ്ട്. ആ സാംസ്കാരിക ഘോഷയാത്രയിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെ നാട്ടിലൊന്നും കാണാത്ത, അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ അമ്പലത്തിലേക്കുള്ളതോ പള്ളിയിലേക്കുള്ളതോ അല്ലാത്ത രീതിയിലുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ ദേശീയ എന്താ പറയുക നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്ര, ഒപ്പം തന്നെ കലാരൂപങ്ങളും മേളം എല്ലാം കൂടിയിട്ടുള്ളതാണ്. അതിനുശേഷം ഞങ്ങളുടെ അവണിശ്ശേരി ഫെസ്റ്റിൻ്റെ കൊടി കയറുന്നതാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് വേണുവേട്ടനാണ് അത് കൊടി കയറ്റുന്നത്. അതിനുശേഷം 4 ടീമുകൾ പങ്കെടുക്കുന്ന വീരനാട്യം പ്രോഗ്രാം അവിടെ നടക്കും ശനിയാഴ്ച.
അതിനുശേഷം തിങ്കളാഴ്ചയാണ് ഞങ്ങളുടെ അവണിശ്ശേരി ഫെസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് കലാപരിപാടികൾ ആരംഭിക്കും. 7 മണിക്ക് അതിൻ്റെ ഉദ്ഘാടനവും നടക്കും. ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള TG രവിയാണ്. അതിനുശേഷം നമ്മുടെ തുടർന്ന് എല്ലാ ദിവസവും ഡിസംബർ 31 വരെ എല്ലാ 10 ദിവസവും 10 നാടകങ്ങൾ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് മുന്നോടിയായുള്ള ഏകദിന സെമിനാർ ഞായറാഴ്ച നടക്കും. ചേർപ്പ് സോപാനത്തിലാണ് സെമിനാർ നടക്കുക. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏകദിന സെമിനാർ ആരംഭിക്കും. മതേതരത്വവും മതസഹിതത്വവും അക്ഷരം കലാസംസ്കാരം എന്നീ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഡോക്ടർ MN കാരശ്ശേരി, ഡോക്ടർ P പവിത്രൻ, ഡോക്ടർ ലിസി മാത്യു, ഡോക്ടർ CK ജയന്തി, നവ്യ ഡെന്നിസ്, ഡോക്ടർ മനോജ് കുറൂർ, ഡോക്ടർ കവിത ബാലകൃഷ്ണൻ, കലാമണ്ഡലം ഷർമിള എന്നിവർ സെമിനാറിൽ സംവദിക്കും. ആമുഖമായി ഡോക്ടർ P പവിത്രൻ സംസാരിക്കും. തുടർന്ന് മതവും മതേതരത്വവും കൂടിയാട്ട വഴികളിൽ എന്ന പ്രബന്ധം അവതരിപ്പിച്ച ഡോക്ടർ CK ജയന്തി സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ലിസി മാത്യു അതിരുകൾക്കപ്പുറം തെയ്യാനുഷ്ഠാനത്തിലെ ഉൾച്ചേരലുകൾ എന്ന പ്രബന്ധം അവതരിപ്പിക്കും. നവ്യ ഡെന്നിസ് ചവിട്ട് നാടകത്തിന്റെ വഴിയടയാളങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കും. ഉച്ചയ്ക്കു ശേഷം ഡോക്ടർ മനോജ് കുറൂർ വാദ്യകലയുടെ ബഹുസ്വരത എന്ന പ്രബന്ധം അവതരിപ്പിക്കും. കല, കാലം, ദേശം, ചേർപ്പിലെ മരപ്പണി പാരമ്പര്യം മുൻനിർത്തി ചില ചിന്തകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പ്രബന്ധം തുടർന്ന് നടക്കും. കലാമണ്ഡലം ഷർമിള തുള്ളലിലെ മതഭാവനകൾ, മതാതീത സഞ്ചാരങ്ങൾ എന്ന വിഷയത്തിലും പ്രബന്ധം അവതരിപ്പിക്കും. സമാപന സമ്മേളനത്തിൽ ഡോക്ടർ MN കാരശ്ശേരി സംസാരിക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത വിരുന്നിൽ ഉസ്താദ് ദിൽഷാദ് ഖാൻ സാരംഗി കച്ചേരി അവതരിപ്പിക്കും. പണ്ഡിറ്റ് ആദിത്യ കല്യാൺപൂർ തബല വായിക്കും. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലേക്ക് ചേർപ്പ് CNN ഗേൾസ് LP സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുവിദ്യാലയങ്ങളുടെ മികവുകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വേദിയാണ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലേക്ക് തൃശൂർ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക സ്കൂളാണ് CNN ഗേൾസ് LP സ്കൂൾ. ഇത് 3ാം തവണയാണ് ഷോയിൽ പങ്കെടുക്കാൻ സ്കൂളിന് അവസരം ലഭിക്കുന്നത്. അക്കാഡമിക മികവും അക്കാദമികേതരവുമായ പ്രവർത്തന മികവുമാണ് സ്കൂളിന് ലഭിച്ച അംഗീകാരത്തിന് കാരണമായത്. തനത് പ്രവർത്തനം സദ്ഗമയുടെ ഭാഗമായ സരോവരം അക്വാട്ടിക്സ് നീന്തൽക്കുളം, ഇൻഡോർ പാർക്ക്, വിവിധ ഉദ്യാനങ്ങൾ, പുരാവസ്തു മ്യൂസിയം, ശാസ്ത്ര ഗണിതശാസ്ത്ര ലാബുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ സ്കൂളിന്റെ പ്രത്യേകതയാണ്. തിരുവനന്തപുരത്താണ് റിയാലിറ്റി ഷോയുടെ ഫ്ലോർ ഷൂട്ടിംഗ് നടക്കുക. സ്കൂളിലെ 8 വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, രക്ഷാകർതൃ സമിതി പ്രതിനിധികൾ എന്നിവർ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കും. റിയാലിറ്റി ഷോ ജനുവരി ആദ്യ ആഴ്ചയിൽ വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. ചേർപ്പ് ഇന്ദിര മെമ്മോറിയൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ഒരാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷം നീണ്ടുനിന്നത്. നൃത്തം, കരോൾ, ഗാനാലാപനം, ക്രാഫ്റ്റ് എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. TTC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ ആവാസ വ്യവസ്ഥകളുടെ പ്രദർശനം, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായുള്ള വിവിധ ഇനം ഗെയിമുകൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ഈ മാസം 20, 21 തീയതികളിൽ തൃപ്രയാറിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ, വികസിത വൈജ്ഞാനിക നവകേരളം, സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യത്തോടെയാണ് KSTA ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വലപ്പാട് GDM LP സ്കൂളിൽ നിന്ന് പൊതുസമ്മേളന വേദിയായ തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ VS നഗറിലേക്ക് കൊടിമര ജാഥയും പതാക ഉയർത്തലും നടന്നു. 194 പുരുഷ പ്രതിനിധികളും 256 വനിതാ പ്രതിനിധികളും ഉൾപ്പെടെ 450 പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുക. ശനിയാഴ്ച വൈകിട്ട് 4-ന് പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. പ്രതിനിധി സമ്മേളനം AC മൊയ്തീൻ MLA-യും പൊതുസമ്മേളനം മുൻ MLA KV അബ്ദുൽ ഖാദറും ട്രേഡ് യൂണിയൻ സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫും ഉദ്ഘാടനം ചെയ്യും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്,
KSTA സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ്, സെക്രട്ടറി K. രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജില്ലാ പ്രാദേശിക വിദ്യാഭ്യാസ സെമിനാറുകൾ, പൂർവ്വ അധ്യാപക സംഗമം, അധ്യാപക ഗൃഹ സന്ദർശനം, കലാകായിക മത്സരങ്ങൾ, അധ്യാപികമാരുടെ അനുഭവക്കുറിപ്പ് പ്രകാശനം തുടങ്ങി വിവിധ പരിപാടികളാണ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ M. A. ഹാരിസ് ബാബു, KSTA ജില്ലാ ട്രഷറർ T. വിനോദിനി, കൺവീനർ N. K. സുരേഷ് കുമാർ, TV. ചിത്രകുമാർ, MD. ദിനകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത സെമിനാറുകൾ നടന്നു. തൃശ്ശൂർ, കുന്നംകുളം, ഇരിങ്ങാലക്കുട അവിടെയാണ് സെമിനാറുകൾ നടന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ സബ് ജില്ലാ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റികൾ. അപ്പം 8 ബ്രാഞ്ചുകളിലും അരിവിദ്യാഭ്യാസ സദസ്സ്, ജനകീയ സദസ്സുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സമ്മേളന കാലഘട്ടം 35ാമത് സമ്മേളനം നടത്തുമ്പോൾ ഒരു മുദ്രാവാക്യത്തോടു കൂടിയിട്ടാണ് ഈ സമ്മേളനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ, വികസിത വൈജ്ഞാനിക നവകേരളം, സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യവും ഏറ്റെടുത്തിട്ടുണ്ട്. പൊതുസമ്മേളനം നാളെ തന്നെയാണ്. ആ പൊതുസമ്മേളനം നടക്കുന്നത് തൃപ്രയാർ സെൻറ്ററിലാണ്. VS അച്യുതാനന്ദൻ്റെ നാമത്തിലുള്ള പൊതുവേദിയിലാണ് സമ്മേളനം നടക്കുന്നത്. നാളത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നിയമസഭാ സമാജവും പൊതു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള SC മൊയ്തീനാണ്. തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ നീന്തൽ റിലേ മത്സരങ്ങളിലായി 7 സ്വർണം നേടിയ സഹോദരിമാരായ താരങ്ങൾക്ക് ആദരം. തൃപ്രയാർ സർഗ സംസ്കൃതിയാണ് താരങ്ങളെ ആദരിച്ചത്. കഴിമ്പ്രം സ്വദേശി വാഴപ്പുള്ളി വീട്ടിൽ ജിംജി സുമി ദമ്പതികളുടെ 3 മക്കളിൽ 2 പേരായ ധനിഷ്ഠയും ജാൻവിയും നേടിയത് 7 സ്വർണ്ണ മെഡലുകളാണ്. ചന്ദ്രപിന്നി SN വിദ്യാഭവനിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ധനിഷ്ഠ. അനുജത്തി ജാൻവി 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന നീന്തൽ മത്സരത്തിൽ ധനിഷ്ഠ നേടിയത് 5 സ്വർണം. അനുജത്തി ജാൻവി റിലേയിൽ 2 സ്വർണവും നേടിയിരുന്നു. കുട്ടികളുടെ കഴിമ്പ്രത്തെ വീട്ടിൽ വെച്ചാണ് സ്വർഗ സംസ്കൃതി ആദരിച്ചത്. CC മുകുന്ദൻ MLA കുട്ടികളെ ആദരിച്ചു. തന്റെ ജീവചരിത്രം ഉൾക്കൊള്ളിച്ച പുസ്തകം അദ്ദേഹം കുട്ടികൾക്ക് സമ്മാനിച്ചു. സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷനായി. ആന്റോ തുറയൻ, വലപ്പാട് പഞ്ചായത്ത് അംഗം PS ഷജിത, VB പ്രഭാഷ്, സുജിന്ത് പുല്ലാട്ട്, പ്രേംലാൽ വലപ്പാട്, നിത ജോൺ, ഭുവന, സിന്ധു, ഷീജ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. 2 ബൈക്കുകളും അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 9:30 കാളമുറി ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. 2 ബൈക്കുകളും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികരായ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് സലീം, ഭാര്യ സീനത്ത്, മറ്റൊരു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന വലപ്പാട് സ്വദേശി മുഹമ്മദ് സാബിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മറന്നുവെച്ച ഹെൽമറ്റ് എടുക്കാൻ വന്ന യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി വല്ലോറ വീട്ടിൽ മണിനായർ എന്ന ശ്രീജിത്താണ് അറസ്റ്റിലായത്. എടമുട്ടം സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ അസ്ഫർ ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 6:45 പ്രതിയുടെ ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. ആക്രമിക്കപ്പെട്ട അസ്ഫർ പ്രതിയുടെ വീട്ടിൽ വെച്ച് തന്റെ ഹെൽമറ്റ് മറന്നുവെച്ചിരുന്നു. സംഭവ ദിവസം ഇതെടുക്കാനെത്തിയതായിരുന്നു അസ്ഫർ. വീട്ടിലെത്തിയ യുവാവിനെ പ്രതി അരിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മതിലകം, കയ്പമംഗലം, കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 വധശ്രമ കേസിലും 2 അടിപിടി കേസിലും മദ്യലഹരിയിൽ പൊതുജനങ്ങളെ ശല്യം ചെയ്ത 2 കേസുകളിലും ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതിരിക്കാൻ അറസ്റ്റ് ചെയ്ത് നീക്കിയ 2 കേസിലും മനുഷ്യജീവന് അപകടം
അപകടമുണ്ടാക്കും വിധം വാഹനമോടിച്ച ഒരാൾക്ക് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിലും ഉൾപ്പെടെ 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ശ്രീജിത്ത്. കൂടാതെ ഇയാൾ പൊതുസമാധാനം തകർക്കാൻ സാധ്യതയുള്ളതിനാൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം പൊതുസമാധാനം ലംഘിക്കില്ലെന്നും നല്ല നടപ്പിൽ തുടരുമെന്നും ഉറപ്പു നൽകിയതിൽ 2 തവണ കോടതിയിൽ ശ്രീജിത്തിനെ കൊണ്ട് ജാമ്യം എടുപ്പിച്ചിരുന്നു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, SI എബിൻ, CPMമാരായ വിവേജ്, ജസ്ലിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. നടപടിക്രമങ്ങൾക്കുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കണ്ടശാംകടവ് മാർക്കറ്റിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. കണ്ടശാംകടവ് സ്വദേശി വന്നേരി വീട്ടിൽ ആദർശ്, അന്തിക്കാട് ആറാംകല്ല് സ്വദേശി തച്ചമ്പിള്ളി വീട്ടിൽ പ്രതു എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ടാണശ്ശേരി സ്വദേശി മടശ്ശേരി വീട്ടിൽ ജിനോ ആക്രമിക്കപ്പെട്ട കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉള്ളതാണ് പ്രതി ആദർശ്. വ്യാഴാഴ്ച രാത്രി 10:45 കണ്ടശാംകടവ് മാർക്കറ്റിൽ സംഭവമുണ്ടായത്. പ്രതികളിൽ ഒരാളുടെ അനുജന്റെ കൈയിൽ ആക്രമിക്കപ്പെട്ട ജിനോ പിടിച്ചതായി പറയുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ പ്രതികൾ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ജിനോയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്നാണ് കേസ്. ആദർശ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വധശ്രമ കേസിലും 1 അടിപിടി കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതിരിക്കാൻ അറസ്റ്റ് ചെയ്തു നീക്കിയ 3 കേസിലും ഉൾപ്പെടെ 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൂട്ടാളിയായ പ്രതു പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച കേസിൽ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SI അഫ്സൽ, CPO അമൽ, വനിതാ CPOമാരായ രേഷ്മ, ശ്രീവിദ്യ, ഡ്രൈവർ CPO അമൽ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. നടപടിക്രമങ്ങൾക്കുശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കയ്പമംഗലത്ത് തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കയ്പമംഗലം കൂരിക്കുഴി പടിഞ്ഞാറ് ഭാഗത്താണ് സംഭവം. അനധികൃതമായി കരവലി നടത്തിയ ക്യൂൻ മേരി, സദക്കത്തുള്ള, കൂലദേശു എന്നീ 3 ബോട്ടുകളാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തത്. തുടർന്ന് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഹാർബറിൽ പരസ്യലേലം ചെയ്തു. ഇതിലൂടെ ലഭിച്ച 71,100 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. കൂടാതെ 3 ബോട്ടുകൾക്കുമായി 4,10,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമമാണ് അനധികൃത മത്സ്യബന്ധനത്തിലൂടെ ലംഘിക്കപ്പെട്ടത്. തീരത്തോട് ചേർന്ന് മീൻപിടുത്തം നടത്തിയതിനും കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള 20 മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസി, അഴീക്കോട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ റഫീഖ്, കൃഷ്ണപ്രസാദ്, ശ്രേയസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. NREG വർക്കേഴ്സ് യൂണിയൻ ചെർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊരകം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ബില്ലിനെതിരാണ് പ്രതിഷേധം. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അവണിശ്ശേരി ഫെസ്റ്റ് സംഘടിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക വിളംബര ഘോഷയാത്രയോടെയാണ് ഫെസ്റ്റ് ആരംഭിക്കുക. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് മുന്നോടിയായുള്ള ഏകദിന സെമിനാർ ഞായറാഴ്ച നടക്കും. ചേർപ്പ് സോപാനത്തിലാണ് സെമിനാർ നടക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.